BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. മനാമയുടെ ചരിത്രപരവും സാമ്പത്തികവും സാമൂഹികവുമായ പൈതൃകം കാഴ്ചക്കാർക്ക് മുൻപിൽ അനാവരണം ചെയ്ത് മനാമ ഫെസ്റ്റിന് തുടക്കമായി. ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി സംഘടിപ്പിക്കുന്ന ഫെസ്റ്റിവൽ നാടിന്റെ മനോഹരമായ ഭൂതകാലത്തിന്റെ സുവർണ സ്മൃതികൾ പ്രദർശിപ്പിക്കുന്നതാണ്. ജനുവരി 7 വരെ നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിവൽ ഫുഡ് ടൂർ, ടോൾഡ് ഗോൾഡ് ഷോപ്പ് ടൂർ, സംഗീത നാടക പ്രകടനങ്ങൾ, റെട്രോ ഗെയിമുകൾ, മ്യൂസിയം പ്രദർശനങ്ങൾ എന്നിങ്ങനെ നിരവധി പരിപാടികൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിവൽ ഫുഡ് എക്സ്പ്ലോറേഷന് പുറമെ വിൻറ്റേജ് ഫാഷനും അനുഭവവേദ്യമാകും. മനാമയുടെ ചരിത്രത്തിലെ സുപ്രധാന കാലഘട്ടങ്ങളും സാംസ്കാരിക വൈവിധ്യവും സമ്പന്നമായ ചരിത്രവും മനസ്സിലാക്കാൻ പറ്റിയ അവസരമാണിതെന്ന് ടൂറിസം മന്ത്രി ഫാത്തിമ അൽ സൈറാഫി പറഞ്ഞു. മനാമയെ ഗൾഫ് ടൂറിസം ക്യാപിറ്റൽ 2024 പ്രഖ്യാപിക്കുന്നതിനോടനുബന്ധിച്ച് ആരംഭിച്ച പരിപാടികളുടെ ഭാഗമായാണ് സെലിബ്രേറ്റ് ബഹ്റൈൻ 2024 ഫെസ്റ്റിവൽ ഒരുക്കിയിരിക്കുന്നത്. ഭൂതകാലവും വർത്തമാനകാലവും തമ്മിലുള്ള ബന്ധം പ്രതിഫലിപ്പിക്കുന്ന ഒരു അതുല്യമായ അനുഭവം നൽകാനാണ് ലക്ഷ്യമിടുന്നതെന്നും BTA ചീഫ് എക്സിക്യൂട്ടീവ് സാറ ബൂജി പറഞ്ഞു. റെട്രോ മനാമ ഞായർ മുതൽ ബുധൻ വരെ ദിവസങ്ങളിൽ വൈകിട്ട് 5 മുതൽ രാത്രി 10 വരെയാണ്. വ്യാഴാഴ്ച മുതൽ ശനിയാഴ്ച വരെ വൈകിട്ട് 5 മുതൽ അർദ്ധരാത്രി വരെ ഫെസ്റ്റിവൽ നീണ്ടു നിൽക്കും. ബഹ്റൈൻ ദേശീയ ദിനത്തോടനുബന്ധിച്ച് അൽനൂർ ഇന്റർനാഷണൽ സ്കൂൾ വിപുലമായ ആഘോഷം സംഘടിപ്പിച്ചു. സ്കൂൾ ചെയർമാൻ അലി ഹസൻ, ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് മഷൂദ്, ആക്ടിംഗ് പ്രിൻസിപ്പൽ അബ്ദുറഹ്മാൻ അൽ കൊഹേജി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. അക്കാദമിക് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകൾ, എല്ലാ ഗ്രേഡ് തലങ്ങളിലെയും വിദ്യാർത്ഥികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ദേശീയ ഗാനാലാപനത്തോടെ പരിപാടികൾ ആരംഭിച്ചു. തുടർന്ന് വിശുദ്ധ ഖുർആനിലെ സൂക്തങ്ങളുടെ പാരായണവും നടന്നു. ദേശീയ ദിനത്തിന്റെ പ്രാധാന്യം, ബഹ്റൈന്റെ ശ്രദ്ധേയമായ നേട്ടങ്ങൾ, പൈതൃകം, പാരമ്പര്യങ്ങൾ എന്നിവ വിശദമാക്കുന്ന പരിപാടികൾ എന്നിവ നടന്നു. പ്രൈമറി, മിഡിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പ്രത്യേക മാജിക് ഷോയും അനുബന്ധമായി നടന്നു. 5000 വിദ്യാർത്ഥികളും അക്കാദമിക് അഡ്മിനിസ്ട്രേറ്റീവ് ജീവനക്കാരും ആഘോഷങ്ങളിൽ പങ്കെടുത്തു. ബഹ്റൈനിലെ ജീവകാരുണ്യ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ഹോപ്പ് ബഹ്റൈൻ രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. 27-ന് സൽമാനിയ ഹോസ്പിറ്റലിൽ വെച്ചാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. രാവിലെ 7:30 മുതൽ 11:30 വരെ സൽമാനിയ ബ്ലഡ് ബാങ്കിൽ നേരിട്ടെത്തി രക്തദാനം നടത്താവുന്നതാണ്. രക്തദാനത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ വർഷവും ഹോപ്പ് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കാറുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 37775801 എന്ന നമ്പറിലോ 39889317 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. സമസ്ത ബഹ്റൈൻ കേന്ദ്ര കമ്മിറ്റി സ്മരണീയം 2024 എന്ന ശീർഷകത്തിൽ സംഘടിപ്പിക്കുന്ന പാണക്കാട് PMSA പൂക്കോയത്തങ്ങൾ അനുസ്മരണവും ദുആ മജ്ലിസും വെള്ളിയാഴ്ച രാത്രി 8:30 മനാമ സമസ്ത ഓഡിറ്റോറിയത്തിൽ നടക്കും. സമസ്ത ബഹ്റൈൻ പ്രസിഡന്റ് ഫക്രുദ്ദീൻ പൂക്കോയത്തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. വെങ്ങപ്പള്ളി ഷംസുൻ ഉലമ ഇസ്ലാമിക് അക്കാദമി പ്രിൻസിപ്പൽ ഇബ്രാഹിം ഫൈസിൽ പേരൽ, മുഹ്യുദ്ദീൻ കുട്ടിയമാനി എന്നിവർ അനുസ്മരണ പ്രഭാഷണത്തിൽ പങ്കെടുക്കും. മൊബൈൽ ഫോണിലൂടെ ജല അതോറിറ്റി BPL ഉപഭോക്താവാനും നിലവിലെ BPL ഉപഭോക്താക്കൾക്ക് പുതുക്കാനും പോർട്ടൽ മുഖേന അപേക്ഷ സമർപ്പിക്കാം. ജനുവരി ആദ്യവാരം പോർട്ടൽ പൂർണ്ണ സജ്ജമായി തുറന്നു കൊടുക്കും. ജല അതോറിറ്റി പ്രതിമാസം 15 കിലോ ലിറ്ററിൽ താഴെ ഉപഭോഗമുള്ള BPL ഉപഭോക്താക്കൾക്ക് സൗജന്യമായാണ് ജലം നൽകുന്നത്. എല്ലാ വർഷവും ജനുവരി 31 മുൻപ് ആനുകൂല്യത്തിന് അപേക്ഷ പുതുക്കണം. BPL ആനുകൂല്യത്തിന് അപേക്ഷിക്കുന്ന അപേക്ഷകളിലെ ഉപഭോക്താക്കളെ സംബന്ധിച്ച് അതോറിറ്റിയുടെ ബിൽ സോഫ്റ്റ്വെയറായ അബാക്കസിലെ വിവരങ്ങൾ സിവിൽ സപ്ലൈസ് വെബ്സൈറ്റിലെ വിവരങ്ങളുമായി താരതമ്യം ചെയ്ത് അർഹരായവർക്ക് ആനുകൂല്യം നൽകും. അപേക്ഷിച്ച ഉപഭോക്താക്കളിൽ പ്രവർത്തനരഹിതമായ മീറ്ററുള്ളവർ, വാട്ടർ ചാർജ് കുടിശ്ശികയുള്ളവർ, APL സ്റ്റാറ്റസിലേക്ക് മാറിയവർ എന്നീ ഗണത്തിൽപ്പെടുന്നവർക്ക് രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിൽ SMS സന്ദേശം വഴി വിവരം ലഭിക്കും. ജനുവരി 31 മുൻപ് കേടായ മീറ്റർ മാറ്റിവെക്കുകയും കുടിശ്ശിക അടയ്ക്കുകയും ചെയ്താൽ ഉപഭോക്താക്കൾക്ക് BPL ആനുകൂല്യം നൽകും. ആനുകൂല്യത്തിന് അപേക്ഷ സമർപ്പിച്ച ഉപഭോക്താവിൻ്റെ പേരും റേഷൻ കാർഡിലെ ഉടമസ്ഥൻ്റെ അംഗങ്ങളുടെയും പേരും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ ആ ഉപഭോക്തൃ പട്ടിക മിസ്മാച്ച് വെരിഫിക്കേഷൻ എന്ന മെനുവിൽ തൊട്ടടുത്ത ദിവസം സ്റ്റേഷൻ ജീവനക്കാർക്ക് ലഭ്യമാകും. ജീവനക്കാർ അത് പരിശോധിച്ച് അർഹമാണെങ്കിൽ അംഗീകരിക്കുകയോ നിരസിക്കുകയും ചെയ്യാം.
സർക്കാർ സ്കൂളിലെ അധ്യാപകരുടെ അന്തർജില്ലാ സ്ഥലം മാറ്റ അനുപാതത്തിൽ മാറ്റം. പ്രൈമറി ഹൈസ്കൂൾ അധ്യാപകരുടെ അന്തർജില്ലാ സ്ഥലം മാറ്റത്തിനുള്ള അനുപാതം നിലവിലെ 10% എന്നത് പ്രൈമറി സ്കൂൾ അധ്യാപകർക്ക് 20%, ഹൈസ്കൂൾ അധ്യാപകർക്ക് 15%. ഭാഷാധ്യാപകരുടെയും സ്പെഷ്യലിസ്റ്റ് അധ്യാപകരുടെയും അന്തർജില്ലാ സ്ഥലം മാറ്റത്തിലുള്ള അനുപാതം 20% വർദ്ധിപ്പിച്ചു. പുതിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പ്രീ പ്രൈമറി വിഭാഗത്തിൽ നേരിട്ടുള്ള നിയമനം 90%, അന്തർജില്ലാ സ്ഥലമാറ്റം 10% ആയിരിക്കും. പ്രൈമറി വിഭാഗത്തിൽ നേരിട്ടുള്ള നിയമനം 75%, അന്തർജില്ലാ സ്ഥലം മാറ്റം 20%, തസ്തിക മാറ്റം 5% ആയിരിക്കും. ഹൈസ്കൂൾ വിഭാഗത്തിൽ നേരിട്ടുള്ള നിയമനം 55%, അന്തർജില്ലാ സ്ഥലമാറ്റം 15%, പ്രൈമറി ടീച്ചർ പ്രൊമോഷൻ 15%, തസ്തിക മാറ്റ നിയമനം 10%, ആശ്രിത നിയമനം 5% ആയിരിക്കും. ലോവർ ഗ്രേഡ് ലാംഗ്വേജ് ടീച്ചർ വിഭാഗത്തിൽ നേരിട്ടുള്ള നിയമനം 45%, അന്തർജില്ലാ സ്ഥലമാറ്റം 20%, പാർട്ട് ടൈം അധ്യാപക പ്രൊമോഷൻ 30%, മിനിസ്റ്റീരിയൽ സ്റ്റാഫിൽ നിന്നുള്ള തസ്തിക മാറ്റം 5% എന്നിങ്ങനെയായിരിക്കും. പാർട്ട് ടൈം ലോവർ ഗ്രേഡ് ലാംഗ്വേജ് ടീച്ചർക്കും സ്പെഷ്യലിസ്റ്റ് ടീച്ചർക്കും നേരിട്ടുള്ള നിയമനം 80%, അന്തർജില്ലാ സ്ഥലമാറ്റം 20% ആയിരിക്കും. പാർട്ട് ടൈം ലാംഗ്വേജ് ഹൈസ്കൂൾ ടീച്ചർ നേരിട്ടുള്ള നിയമനം 85%, അന്തർജില്ലാ സ്ഥലമാറ്റം 15% ആയിരിക്കുമെന്നും ഉത്തരവിൽ പറയുന്നു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നവജീവൻ പകർന്ന് എയർ കേരള എയർലൈൻ ധാരണാപത്രം തിങ്കളാഴ്ച ഒപ്പുവയ്ക്കും. പുതുതായി പ്രവർത്തനം ആരംഭിക്കുന്ന എയർ കേരള എയർലൈൻ കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് സർവീസ് ആരംഭിക്കുന്നതിൻ്റെ ധാരണാപത്രമാണ് തിങ്കളാഴ്ച കിയാലുമായി ഒപ്പുവയ്ക്കുന്നത്. 2018 ഡിസംബർ 9 ഉദ്ഘാടനം ചെയ്ത കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ ഇക്കഴിഞ്ഞ നവംബർ വരെ 64 ലക്ഷം പേരാണ് യാത്ര ചെയ്തത്. 2022-23 വർഷത്തിൽ ഇവിടെ മുൻ വർഷത്തേക്കാൾ 23% വർധനയുണ്ടായി. 2022-24 മുൻ സാമ്പത്തിക വർഷത്തേക്കാൾ യാത്രക്കാരുടെ എണ്ണത്തിൽ 29% വർധനവുണ്ടായി. സർവീസുകളുടെ എണ്ണത്തിലും ഈ വർഷം 36% വർധനയുണ്ടായിരുന്നു. ഈ വർഷം സെപ്റ്റംബർ വരെ വിമാനത്താവളത്തിൽ 2381 ടൺ ചരക്ക് കൈകാര്യം ചെയ്തു. ചരക്ക് നീക്കത്തിൽ ഈ വർഷം 25% വർധനയുണ്ടായി. വിമാനത്താവളത്തിൽ നിർമ്മിച്ച 59,000 മെട്രിക് ടൺ സംഭരണ ശേഷിയുള്ള അന്താരാഷ്ട്ര കാർഗോ ടെർമിനലിന്റെ ഉദ്ഘാടനം ഉടൻ നടക്കും. എയർ കേരള എയർലൈൻ സർവീസ് ആരംഭിച്ചാൽ വിമാനത്താവളത്തിന് മുതൽക്കൂട്ടാകുമെന്നാണ് പ്രതീക്ഷ. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.